ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വേറൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി ഞാനിങ്ങനെ വിരുന്നിന് വന്നത്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പോയിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക. നൈറ്റ് ഉറങ്ങാൻ വേണ്ടിയിട്ട് കുറേ ലേറ്റായിനി, അതുകൊണ്ട് തന്നെ ഉറങ്ങി അങ്ങ് തീർത്ത് പിന്നെ ഒരു 10 മണിയായ സമയത്താണ് താഴത്തേക്ക് കഴിഞ്ഞത്. അന്നുവിന് പിന്നെ രാത്രിയിൽ ഇട്ടുകൊടുത്തതായിരുന്നു ഈ ഒരു ജേഴ്സി. ബുക്ക് പേപ്പറോ? നൈറ്റ് ഇതുപോലത്തെ ജേഴ്സിയിലിടുന്നതാണ് കേട്ടോ ഒക്കെ ഇഷ്ടം. അപ്പം അതങ്ങനെ ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പം അതൊന്നും ഓൾ ഊരാൻ വേണ്ടിയിട്ട് കൂട്ടാക്കിയില്ല. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം അങ്ങനെ ഇട്ട് നിൽക്കട്ടെ. പിന്നെ നേരെ കിച്ചണിക്കാണ് കേട്ടോ വന്നത്. കിച്ചണിക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ വെള്ളപ്പവും പിന്നെ നൂൽപുട്ടും ഒക്കെ ഉണ്ടായിട്ടേനി. ഇതിലേക്കുള്ള കറി ഇന്നലെ രാത്രിയിലത്തെ കറിയാണ് കേട്ടോ. ചിക്കൻ കറി ഉണ്ടാക്കിനല്ലോ. അപ്പം അത് ബാക്കിയുള്ളതുകൊണ്ട് അതെല്ലാം പതിപ്പിച്ചിട്ടാണ് പിന്നെ ഇതിലേക്ക് കൂട്ടിയത്. ഞാൻ പിന്നെ ആ ബേക്കറി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വിശപ്പൊന്നുമില്ല ഇനി. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സമയം കഴിഞ്ഞിട്ടെല്ലാം കഴിക്കാം, തിരക്കൊന്നും കൂട്ടി അങ്ങനെ വാരി വലിച്ച് ഇപ്പം തന്നെ കഴിച്ചിട്ട് കാര്യമല്ലാതെ. അന്നോളം ഫുഡ് എടുത്തിട്ട് നേരെ ടി വിന് മുന്നിൽ വന്നിരിക്കുകയാണ്. ടി വി ഇട്ടതാന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ ടി വിയിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് എത്രയായിട്ട് ഓൾ കേൾക്കണില്ലേനു. പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞെല്ലാം ഓളെ നാസ്തെല്ലാം കൊടുത്ത് അത് കഴിഞ്ഞേ പാട് പിന്നെ അത് അവിടെ ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഒരേ യുദ്ധേനും. അങ്ങനെ പിന്നെ അത് കൊടുക്കല്ലാണ്ട് രക്ഷയില്ല, അത്രക്കും ആർപ്പും വിളിയനും. അങ്ങനെ മക്കൾക്കെല്ലാം പിന്നെ അത് കൊടുത്തു. ആ കൂട്ടത്തിൽ ഞങ്ങളും കൂടെ കഴിച്ചിട്ടോ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ മിഠായികൾ, എന്താ അതിന് പറയുക, ഇമ്ലി മിഠായി എന്ന് പറയാൻ തോന്നുന്നുണ്ട്. പുളിമിഠായി അങ്ങനെ എന്തോ ആണല്ലോ. ഇതെല്ലാം പണ്ട് ഉള്ള ആ ഒരു വൈബ് അങ്ങനെ ഓർമ്മ വരിക. നല്ല ടേസ്റ്റാണല്ലോ. അങ്ങനെ അതെല്ലാം പിന്നെ അത് തീരോളം അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന് പിന്നെ അത് അതുപോലത്തെ ചെറിയ ഇമ്ലി ഭയങ്കര ടേസ്റ്റാണ്. പുളിമുട്ടായി കണ്ട ഊറ്റത്തിൽ തന്നെ ഈ അപ്പം ഇങ്ങനെ അടിക്കടി കഴിച്ചുകൊണ്ട് നിന്നുകൊണ്ട് നാവിൻ്റെ തൊലിയെല്ലാം പോയിന് കേട്ടോ. എന്തെങ്കിലും കഴിച്ച് നോക്കുമ്പോൾ ഒരു ടേസ്റ്റും കിട്ടണില്ല. നാസ്ത കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നതിന് അന്നേരമാണ് മക്കൾ പറഞ്ഞത് ഇങ്ങനെ സപ്പോർട്ടുണ്ട്, നമ്മൾ പോയിട്ട് നോക്കല്ലേന്ന്. അവിടെ പോയി നോക്കുന്ന സമയത്ത് സപ്പോർട്ടൊന്നും തീരെ ആയിട്ടില്ല കേട്ടോ. മക്കളെ വടയും കേട്ട് പോയ എന്നെ വേണം പറയാൻ. എല്ലാവരും അലക്കുകല്ല് ഇവിടെ ഉണ്ടായിട്ട് ഇവരലക്കണത് ഇങ്ങനെയാണ് കേട്ടോ. മാർബിൾ പോലത്തെ എന്തോ ഒരു സാധനമാണ്. ഇനി മാർബിൾ തന്നെയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരു ഇതാ പലെല്ലാം വെച്ചിട്ടാണ് ഇരുന്ന് അങ്ങനെ അലക്കണത്. ഇപ്പോൾ സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടെ കഥ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പണിയൊന്നും ഒരുങ്ങൂല. ഇങ്ങനെ തന്നെ ഉണ്ടാവുക, കുളി ഉണ്ടാവില്ല, നനയ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ മാതിരി ആയിരിക്കും. അപ്പം ഇതിൻ്റെ ഇടയിൽ മക്കൾക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിനി. മുത്തുവിന് കുറേ അലക്കാനുള്ളതുകൊണ്ട് തന്നെ മുത്തോടെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇടയിൽ വേഗം ഉച്ചത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന അരിയെല്ലാം ഇട്ടിട്ടാണ് കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട് പോയിനത്. പിന്നെ അത് ആയോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ താളിപ്പ് ആക്കാൻ വേണ്ടി നിന്ന്. അങ്ങനെ തക്കാളി താളിപ്പാണ് കേട്ടോ ആക്കുന്നത്. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട്. ഇത് എല്ലാ സൈഡിലും ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, പക്ഷേ നമ്മളവിടെ മെയിനാണ്. അങ്ങനെ തക്കാളി താളിപ്പൊക്കെ റെഡിയാക്കിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ബൗൾക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചോറ് ഇവിടെ ആയോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ രാത്രിയിലത്തെ പയറുപ്പേരും ബീഫ് വരട്ടിയതൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അതെല്ലാം പിന്നെ അതെടുത്തിട്ട് ഞാൻ ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറുമായി. അങ്ങനെ ഞാൻ ഊറ്റിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇവിടെ മറ്റേ ഊറ്റണ സാധനത്തിനോടൊന്നുമല്ല ആക്കുന്നത്, വാർക്കലും ഇല്ല. ഓട്ടരിപ്പ പോലത്തെ പാത്രത്തിലേക്ക് ഇങ്ങനെ ചോറാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പം ഓര് ചെയ്യണ പോലെ ഇങ്ങനെ എനിക്ക് മൊത്തത്തിലാക്കി എടുക്കാനുള്ള പേടിയുണ്ട് ഞാനിങ്ങനെ സ്പൂണിട്ട് കോരിയിട്ട് അതിലേക്ക് ആക്കി എടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ അടാക്കിയിട്ട് ഞാൻ ഒരു സൈഡിലാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അതുവരെ വരുന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ ഞാനൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. മക്കൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ ഫുഡെല്ലാം കഴിക്കലായി. താളിപ്പെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഉണക്കമീനാണ് കേട്ടോ. അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടി വരില്ല. മാങ്ങച്ചാറിൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ ഞാനിത് മൂക്കറ്റം വാരി വലിച്ച് തിന്നണം കേട്ടോ. എന്നിട്ട് നാവാണെങ്കിൽ ഒരു പരിവായിന്. അച്ചാർ കണ്ടാൽ ഇതുപോലെ വാരി വലിച്ച് കഴിക്കണവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണ്ട കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് പിന്നെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഇക്കാക്ക് ഞാൻ ചായ കൊണ്ടു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ വീണ്ടും ചിപ്സും ബേക്കറിയും, നമ്മളെ ആ ബേക്കറി തന്നെ. അങ്ങനെ അതെടുത്തിട്ട് ഞാൻ ഇക്കാക്ക് കൊണ്ടു കൊടുക്കുന്നതാണ്. അപ്പം ഇക്ക പറഞ്ഞ് പുറത്തിങ്ങനെ വെച്ചാൽ മതി, ഇവിടുന്ന് ഇങ്ങനെ കുടിക്കാമെന്ന്. അങ്ങനെ അതാ ഇക്ക വൈബ് ആസ്വദിച്ചിട്ട് അങ്ങനെ കുടിക്കുന്നുണ്ടേനു. പിന്നെ നല്ല കാറ്റാട്ടോ ഇവിടെ ഉണ്ടാവുക. ഇവിടുന്ന് പുറത്ത് കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ചുറ്റും മരങ്ങളായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കാറ്റാണ്. ഇക്കാക്ക് ചായ അവിടെ വെച്ച് കൊടുത്തിട്ട് ഇനി കഴിഞ്ഞിട്ട് തന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് ഞാൻ താഴത്തേക്ക് ഇനി ഉച്ചക്ക് തക്കാളി താളിപ്പും ചോറും ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നൈറ്റ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ നൈറ്റത്തെ ഫുഡാണ് ഇത്. നല്ല അൽഫാമും മന്തിയും, ഇതിൻ്റെ മന്തിൻ്റെ ഒരു ഗ്രേവിയൊക്കെ ഉണ്ടായിന്, അതൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി പാത്രമെല്ലാം കഴുകി മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ റൂമിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പിന്നെയുള്ള വ്ളോഗ് എന്ന് പറയുന്നത് പിറ്റേ ദിവസം ഒരു ഉച്ച മുതലുള്ളതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടന് പുതിയ കാർ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങളും കൂടെ വിളിച്ചു. അപ്പോൾ ഞങ്ങളും കൂടെ പോകുന്നതാണ് കേട്ടോ. വണ്ടി എടുക്കാൻ പെരിന്തൽമണ്ണേക്കാണ് കേട്ടോ പോണത്. പിന്നെ വണ്ടിയിൽ കയറി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഉറങ്ങുന്നത്
തോന്നുന്നുണ്ട് കേട്ടോ. യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഇതാ ഒരു കടയിൽ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഓറഞ്ച് കാരക്കല്ലേ അത് വാങ്ങിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ അങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ കിട്ടിയ ആക്രാന്തത്തിൽ ഇതാ താഴെല്ലാം പോകുന്നുണ്ട്. അതൊന്നും ഞങ്ങൾ നോക്കണില്ല. പിന്നെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് പ്ലംസ്, അതും വാങ്ങിന്. പിന്നെ ഈ ഒരു കാരക്ക കേട്ടോ. കാരക്കെല്ലാം നല്ല മധുരമായിരുന്നു. മിഠായി കണ്ടപ്പം അന്നു എണീറ്റു. അങ്ങനെ ഇതാ കുറച്ച് സമയത്തിന് ശേഷം വണ്ടിയുടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറി. അവിടെ എത്തിയ പാടന്നെ ഒരു കോഫിയെല്ലാം തന്നു. പിന്നെ അതെല്ലാം കുടിച്ച് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കേക്ക് മുറിയൊക്കെ ഉണ്ടായത്. അങ്ങനെ എന്താ കേക്കെല്ലാം കഴിച്ചുകൊണ്ട് ഇന്ന് പിന്നെ കാറെല്ലാം ഓപ്പൺ ആക്കി വെക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ പിന്നെ ഫൈനലി കാറെല്ലാം ഓപ്പൺ ആക്കി പിന്നെ ഒരു പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ അന്നെല്ലാം ഇതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നിൽക്കണമെന്നും പറഞ്ഞിട്ട് ഓളെല്ലാം അതിൽ കയറ്റി. അങ്ങനെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പോകുന്നതാണ്. കുറച്ചങ്ങനെ പോയോണ്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ പൂളപ്പൊരിൻ്റെ ഒരു ഇത് കണ്ടത്. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് നിന്നിട്ടാണ് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുന്നത്തെ വ്ളോഗൊക്കെ നിങ്ങളൊന്ന് പോയി കാണട്ടോ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. ബൈ.